ഹായ് ഹലോ ഫ്രണ്ട്സ്, മണിമുത്ത് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മണിക്കുട്ടി മുല്ലപ്പൂവൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കാട്ടോ ചെയ്യുന്നത് ഉമ്മയോട്. എന്താ മോളെ മുല്ലപ്പൂവൊക്കെ കാണിച്ചു തരുന്നത്, എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്നൊക്കെ ഉമ്മ മണിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും മണിക്കുട്ടി പറയുന്നുണ്ട്, ഒന്നുമില്ല ആൻറ്റി, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിറയെ മുല്ലപ്പൂ ഉണ്ടായിരുന്നു. അത് അമ്മ മാല കെട്ടി വെക്കുമായിരുന്നു. അതിനുശേഷം തന്നെ അച്ഛനാണെങ്കിലോ അത് അമ്മയുടെ തലയിൽ ചൂടിക്കൊടുക്കുമായിരുന്നു കേട്ടോ. അത് മാത്രമല്ല, ഒരു പിങ്ക് സാരി ഉടുത്തിട്ട് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വളരെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഒരുപാട് ഫോട്ടോസ് അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ മുല്ലപ്പൂവ്. അതുപോലെ അതിനേക്കാളും കൂടുതൽ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണ് ഇത്. ആൻറ്റി തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് ആൻറ്റിയോട് വളരെയധികം ഇഷ്ടമാവും എന്ന് പറയുന്നുണ്ട്. കൃഷ്ണ എന്തിനാ മോളെ എന്നെ ഇഷ്ടപ്പെടുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ്? അങ്ങനെ ആവുമ്പോഴല്ലേ അമ്മയ്ക്ക് അസൂയ ഉണ്ടാവുകയുള്ളൂ, നമ്മൾ വിചാരിച്ച കാര്യം എത്രയും പെട്ടെന്ന് സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ മോളെ ഞാനിവിടെ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ മോളുടെ അമ്മയും അതുപോലെ തന്നെ അച്ഛനും ഒന്നായി കാണണമെന്ന് എനിക്ക് അത്രമേൽ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ദൗത്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകാമായിരുന്നു എന്നൊക്കെ മണിക്കുട്ടിയോട് ഉമ്മ പറയുന്നുണ്ട്. അപ്പോൾ മണിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ആൻറ്റിക്ക് ഇവിടെ നിന്ന് പോകാൻ ധൃതിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. ധൃതിയായിട്ടൊന്നല്ല, അതല്ലേ അതിൻ്റെ ശരി. പിന്നെ മോൾക്ക് ട്യൂഷൻ എടുക്കണമെങ്കിൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് തന്നെ വരാം, അതുപോലെ മണിക്കുട്ടിക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് മതി. പിന്നെ എന്തൊക്കെയുണ്ട് അച്ഛൻ്റെ വിശേഷങ്ങൾ? അപ്പോൾ പറയുന്നുണ്ട് മണിക്കുട്ടി, അച്ഛന് ദോശയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നെയ്യ് ഒഴിച്ച ദോശയും ചമ്മന്തിയും അതുപോലെ തന്നെ സാമ്പാറും ഒക്കെ വളരെയധികം ഇഷ്ടമാണ്. അമ്മ അത് പ്രത്യേകമായിട്ട് അച്ഛന് തയ്യാറാക്കി കൊടുക്കുന്നതായിട്ട് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തന്നെ ഓഹോ, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നടക്കും എന്നൊക്കെ മണിക്കുട്ടി ഉമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് മുത്താണെങ്കിലോ കാവ്യയോട് ഈ വിവരമെല്ലാം തന്നെ ചെന്ന് പറയുന്നുണ്ട് കേട്ടോ. മണിക്കുട്ടി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഉമ്മാൻറ്റിക്ക് വേണ്ടിയിട്ട്. ഇതൊന്നും ശരിയായ കാര്യമല്ല. എത്രയും പെട്ടെന്ന് തന്നെ അമ്മ ഉമ്മാൻറ്റിനെ പറഞ്ഞയക്കണം, അല്ലെങ്കിൽ ഒരിക്കലും തന്നെ അച്ഛൻ അവരുടെ സ്വന്തമാവും, അമ്മയ്ക്ക് അച്ഛനെ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കാവ്യയ്ക്ക് നല്ല ടെൻഷനാണ്. നീരജ് ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കാവ്യയാണെങ്കിലോ കൃഷ്ണയും ഒത്തുള്ള ആ പഴയ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങളെല്ലാം തന്നെ ഓർത്തെടുക്കുകയാണ്. മുല്ലപ്പൂവൊക്കെ വെച്ച് പിങ്ക് കളർ സാരിയൊക്കെ കൊടുത്ത് നിലാവ് നോക്കി നിൽക്കുന്ന കൃഷ്ണയും അതുപോലെ തന്നെ കാവ്യയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണ കാവ്യയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതെല്ലാം തന്നെ കാവ്യ മനസ്സിനകത്ത് ഓർത്തെടുക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നീരജ മുത്തിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മുത്തേ, മുത്ത് നല്ല കുട്ടിയാണെന്നാണല്ലോ ആൻറ്റി വിചാരിച്ചത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് നീരജ മുത്തിൻ്റെ അടുത്ത്. അപ്പോൾ എന്താ ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാവ്യ ചേച്ചിയോട് എന്തിനാണ് മോൾ ഇങ്ങനെയൊക്കെ എരിവിരി കൂട്ടി കൊടുക്കുന്നത്? കാവ്യ ചേച്ചി നല്ലൊരു അമ്മയല്ലേ മോളുടെ? എന്നിട്ട് എന്തിനാണ് അച്ഛനും അമ്മയും എന്നും ഒന്നായി തീരേണ്ടതല്ലേ? എന്തിനാ വെറുതെ ഇല്ലാ കഥകളൊക്കെ ഉണ്ടാക്കി പറയാൻ നിൽക്കുന്നത്? മോളെക്കുറിച്ച് ആൻറ്റി ഇന്നേ വരെ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഓ, അതാണോ കാര്യം? അതൊന്നുമില്ല ആൻറ്റി, ശരിയല്ലേ, ആൻറ്റി അല്ലേ എല്ലാത്തിനും കാരണം, മണിക്കുട്ടിയും. അതുകൊണ്ടല്ലേ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത്, അമ്മയുടെ സമാധാനമൊക്കെ പോകുന്നത്, അതുകൊണ്ട് മാത്രമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും എന്തായാലും ഒന്നാവും, അതിൽ മോൾ ഇടപെടേണ്ട കാര്യമില്ല. മോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല മുത്തേ. എന്തായാലും അവരൊന്നാവട്ടെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ അവർ തമ്മിൽ തെറ്റാൻ വേണ്ടിയിട്ടാണോ നമ്മൾ നിൽക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൻറ്റി പറഞ്ഞാൽ മോള് കേൾക്കില്ലേ എന്നൊക്കെ മുത്തിനോട് നീരജ ചോദിക്കുന്നുണ്ട് കേട്ടോ. മുത്താണെങ്കിലോ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. അതിനുശേഷം വീണ്ടും ഭരത്തിനെയും ജയമോഹിനിയാണ് കാണിക്കുന്നത്. അപ്പോൾ ജയമോഹിനി വന്നിട്ട് ഭരത്തിനോട് കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ട് കേട്ടോ. എന്താ ഭരത്തെ, നീ
ക്യാഷ് എല്ലാം തന്നെ മുത്തിൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ ചെയ്യണം, പിന്നെ എപ്പോഴെങ്കിലും ആവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്ത് ഭാവിച്ചിട്ടാണ് കൃഷ്ണ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഇന്ന് അകത്താവേണ്ടതാണ് എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഭരത് പറയുന്നുണ്ട്, കൃഷ്ണയെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്താക്കണം, അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് കൃഷ്ണ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കാവ്യ ചേച്ചിയും അതുപോലെ തന്നെ കൃഷ്ണയും ഒരിക്കലും ഒന്നാവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം, അമ്മയുടേതോ എന്നൊക്കെ ജയമോഹിനിയോട് ചോദിക്കുമ്പോൾ ജയമോഹിനി പറയുന്നുണ്ട്, എനിക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം. അവരെത്രയും പെട്ടെന്ന് പിരിഞ്ഞു പോകണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ എന്ത് ചെയ്യാനാണ്, അങ്ങനെ കാവ്യയും കൃഷ്ണയും ബന്ധം പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വത്തുക്കൾ അനാഥാലയത്തിലേക്ക് പോവില്ലേ? അങ്ങേര് മരിക്കുന്നതിന് മുൻപേ ഇങ്ങനെ ഓരോന്ന് ചെയ്തു വെച്ചിട്ടുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ ജയമോഹിനി ഭരത്തിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ തലവേദന. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും കൃഷ്ണയും അതുപോലെ തന്നെ കാവ്യേച്ചിയും എന്നും ഒന്നായി നിൽക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. സമ്പാദ്യമെല്ലാം തിരിച്ചു പോകരുതല്ലോ, ആർക്കും ഇല്ലാതാവരുതല്ലോ എന്നൊക്കെ ഭരത് ജയമോഹിനിയും കൂടി സംസാരിക്കുന്നുണ്ട്. അതെ, മരിച്ചു പോയതുകൊണ്ട് പറയല്ല, അങ്ങേര് കാണിച്ചത് കൊടും ചതിയായിപ്പോയി. നമ്മൾ തിന്നേണ്ടത് മറ്റൊരുത്തൻ വന്ന് തിന്നേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ജയമോഹിനി ഭരത്തും കൂടി അവിടെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം മണിക്കുട്ടിയാണ് കേട്ടോ കാണിക്കുന്നത്. മണിക്കുട്ടി വാതിലൊക്കെ അടച്ചതിന് ശേഷം കിടക്കാനായിട്ട് പാലും കൊണ്ട് വരിക കേട്ടോ ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ മുത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മുത്തും മണിക്കുട്ടിയും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നിട്ട് കാവ്യ അവരെ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം മുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്ത് ഭാവിച്ചിട്ടാണ് മണിക്കുട്ടി ഇങ്ങനെ നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് തന്നെ ഉമ്മ എനിക്ക് ഇവിടെ നിന്ന് പറഞ്ഞയക്കണം, കൂട്ടത്തിൽ നീയും പൊയ്ക്കോ എന്നൊക്കെ മണിക്കുട്ടിയോട് മുത്ത് പറയുന്നുണ്ട്. മുത്ത് എന്ത് ഭാവിച്ചിട്ടാണ്? എപ്പോഴും നോക്കിയാലും എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തേ. നീ എന്തെങ്ങനെ? അച്ഛനുള്ള സ്ഥലത്ത് ഞാനും ഉണ്ടാവും, അതിനെന്താണ് തെറ്റ്? നീ എന്താണ് ഉമാൻ്റീനെ പറഞ്ഞയച്ചു വിടാത്തെ? ഉമാൻ്റിയെ പറഞ്ഞയക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളുടെ കെയർ ടേക്കറാണ് ഉമാൻ്റി, അതുകൊണ്ട് തന്നെ ഉമാൻ്റിയെ ഞങ്ങൾ പറഞ്ഞയക്കുകയില്ല. നീ ഞാൻ പറഞ്ഞത് കേട്ടോ മണിക്കുട്ടി, ഇത്രയും പെട്ടെന്ന് തന്നെ ഉമാൻ്റിയെ പറഞ്ഞയച്ചിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. നിനക്കൊരു സമയം തരാം ഞാൻ, 1 മാസം. ആ 1 മാസത്തിനുള്ളിൽ അമ്മയും അതുപോലെ അച്ഛനും ഒന്നായിട്ടില്ലെങ്കിൽ ഉമാൻ്റിക്കായിരിക്കും ആ സ്ഥാനം. അതുകൊണ്ട് തന്നെ മുത്തിൻ്റെ അമ്മയല്ലേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്ക്, അതല്ലേ നല്ലത്. അല്ലാതെ ഉമ്മയാൻ്റീനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് ചെയ്യുകയില്ല. കാവ്യ ആൻറ്റിയെ പോയി പറഞ്ഞ് മനസ്സിലാക്കാൻ മുത്ത് ശ്രമിച്ചു നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. കൃത്യം 1 മാസം, അതിൽ കൂടുതൽ വൈകില്ല, പോട്ടെ മുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ അവിടെ കാവ്യ നോക്കി നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും കാവ്യയുടെ തീരുമാനം എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം.